ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ആനന്ദില്ലാതെ, ദേവമംഗലത്തുള്ളവരില്ലാതെ തനിക്ക് മുന്നോട്ട് അല്പം പോലും നീങ്ങാനായിട്ട് സാധിക്കില്ല എന്ന് ദേവിക്ക് ബോധ്യപ്പെടുകയാണ്. ദേവമംഗലത്തുള്ളവര് തൻ്റെ ഓരോരോ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവന്നപ്പം നിസ്സഹായയായി അവിടെ നിന്നതല്ലാതെ തൻ്റെ ഭാഗത്ത് നിരപരാധിത്വം തനിക്ക് ആരോടും പറയാനായിട്ട് സാധിച്ചില്ല. തൻ്റെ മനസ്സിൽ അതെല്ലാം കിടന്ന് വിങ്ങുകയാണ്. അതുകൊണ്ട് അവിടെ ഉള്ളവരോട് തനിക്ക് ഒരിക്കൽ കൂടി സംസാരിക്കണം എന്നൊരു തീരുമാനത്തിൽ ദേവി എത്തിച്ചേരുകയാണ് കേട്ടോ. അപ്പോൾ ഉദയഭാനുവും ശ്രീകലയും ദേവിയെ ദേവമംഗലത്തേക്ക് പോകുന്നതിൽ നിന്ന് വിലക്കുന്നുണ്ട്. ഇനി ഒരിക്കലും നീ അങ്ങോട്ട് പോകണ്ട, അവരുടെ വായിലിരിക്കുന്നത് കേൾക്കാനായിട്ട്. നിന്നെ അവർ തന്നെ ഇവിടെ വന്ന് ആനയിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഈ അമ്മ ഉണ്ടാക്കി തരൂ എന്നൊക്കെയുള്ള വാശിയിലാണ് ശ്രീകല ദേവിയോട് പറയുന്നത്. പക്ഷെ ദേവിയുടെ മനസ്സ് വല്ലാതെ വിങ്ങ. അവിടെ ഉള്ളവരോട് തനിക്കെല്ലാം തുറന്നു പറയണം, തൻ്റെ ഭാഗത്തെ ഓരോ ന്യായങ്ങളും അവരെ ബോധ്യപ്പെടുത്തണം എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെ കടന്നു വരിക. ഇതേസമയം ദേവമംഗലത്താണെങ്കിൽ ഗോമതിക്ക് ദേവിയോട് അടക്കാനാവാത്ത ദേഷ്യമാണ് കേട്ടോ. അത്രയേറെ താൻ വിശ്വസിച്ചവള് തന്നോട് വിശ്വാസവഞ്ചന ചെയ്തല്ലോ, അതാണ് ഗോമതിയെ തകർത്ത് കളയുന്നത്. അതുമാത്രമല്ല, തൻ്റെ അനിയൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പോലും ദേവി കാരണക്കാരിയാണ്. ഇന്നിപ്പം അവൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കിയിട്ടും അവൻ്റെ മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യം പോലും തനിക്കില്ല. തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് ദേവിയും കുടുംബമാണ് എന്നൊക്കെയുള്ള ചിന്തയാണ് കേട്ടോ ഗോമതിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇതേസമയം ഇനി ദേവമംഗലത്തേക്ക് ഒരിക്കലും മടങ്ങി ചെല്ലില്ല എന്നൊരു കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് ധർമ്മനും എത്തി നിൽക്കുന്നത്. സുകന്യ അതിനിട്ട് സമ്മതിക്കുകയുമില്ല. അപ്പം ധർമ്മൻ്റെ ഗോമതിയോടും ദേവമംഗലത്തുള്ളവരോടും ഒക്കെ പെരുമാറ്റം ഗോമതിക്ക് ദേവിയോടുള്ള ദേഷ്യം കൂട്ടാനായിട്ട് തന്നെ വഴിയൊരുക്കുന്നത്. ഇതേസമയം മീനു ആണെങ്കിൽ ദേവിയുടെ ഭാഗത്തെ ന്യായം പലപ്പോഴും ഗോമതിയെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏടത്തിയുടെ അച്ഛനും അമ്മയും പറയുന്നതനുസരിച്ച് ചെയ്യേണ്ടി വന്നു എന്നും കരുതി ഏടത്തി ഈ കുടുംബത്തിന് ദോഷം വരുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ അമ്മേ? ഈ കുടുംബത്തിൽ ഏതൊരു സാഹചര്യത്തിലും താങ്ങും തണലുമായിട്ടല്ലേ ഏടത്തി നിന്നിട്ടുള്ളൂ. അമ്മയൊന്ന് ചിന്തിക്കണം. ഏടത്തിയെ കുഞ്ഞിനെ പോലും നഷ്ടപ്പെടാൻ കാരണക്കാരാരാ എന്നൊക്കെയുള്ള ചോദ്യം ഗോമതിയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഗോമതി പറയുന്നുണ്ട്, അവൾക്ക് ഇത്രയും കള്ളത്തരങ്ങൾ ചെയ്തപ്പം ഒരിക്കലെങ്കിലും എന്നോട് പറയാമായിരുന്നല്ലോ. അവളുടെ പണമോ സ്വത്തോ ഒന്നും എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾ എന്നോട് വിശ്വാസവഞ്ചന ചെയ്തു, അത് ഞാൻ ക്ഷമിക്കില്ല. എല്ലാ കള്ളത്തരങ്ങൾക്കും അവളുടെ അച്ഛനെ അവൾ കൂട്ടുനിന്നില്ലേ. അയാള് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെങ്കിലും എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് ദേവമംഗലത്തുള്ളവരോട് കള്ളം ചെയ്യാൻ സാധിക്കില്ല എന്ന് അവൾ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും നടക്കുമായിരുന്നോ എന്നൊക്കെ ഗോമതി അതിനെയൊക്കെ പ്രതിരോധിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോമതിയെ എങ്ങനെ പറഞ്ഞ് ഇടത്തെ തിരികെ കൊണ്ടുവരണം എന്നറിയാതെ മീനു കഷ്ടപ്പെടുക. അപ്പം ഇത്രയും പറയുന്നുണ്ട് മീനുവിനോട്, നമ്മളിപ്പോൾ അപ്പച്ചോട് എന്തൊക്കെ പറഞ്ഞാലും അപ്പച്ചയുടെ തലയിൽ ഒന്നും കയറാനായിട്ട് പോകുന്നില്ല. അത്രയധികം വഞ്ചിച്ചു എന്നുള്ള ചിന്തയിലാണ് അപ്പച്ചി ഇവിടെ നിൽക്കുന്നത്. ചുമ്മാ മീനു ചേച്ചി കൂടി ദേഷ്യം കാണിക്കും എന്നല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് പറയാം. അപ്പം മീനു പറയുന്നുണ്ട്, ഏടത്തിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ മിത്രേ? ഏടത്തി നിരപരാധിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അറുത്തു മുറിച്ച് കളയാൻ പറ്റുന്നൊരു ബന്ധമാണോ ഏടത്തിക്ക് നമ്മളുമായിട്ടുള്ളത് എന്ന് ചോദിക്കാം. അപ്പം മിത്ര പറയും, ഈ ആദ്യം എല്ലാവരുടെ മനസ്സൊന്ന് ശാന്തമാകട്ടെ, ആനന്ദേട്ടനോട് നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താം. അപ്പച്ചിയുടെ മനസ്സിലെ ദേഷ്യവും അപ്പോഴേക്കും മാറും ചേച്ചി എന്ന് മിത്ര മീനുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ദേവിയാണെങ്കിൽ ഉദയഭാനുവിനെയും ശ്രീകലേനെയും ഒക്കെ ധിക്കരിച്ച് ദേവമംഗലത്തേക്ക് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ആരാണെന്ന് അറിയാൻ മീനു അപ്പോൾ ഈ വാതിൽ തുറക്കുന്നത്. അപ്പോൾ വാതിലിന് പുറത്ത് നിൽക്കുന്ന ദേവിയെ കാണുമ്പം മീനു ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അല്പസമയം മുന്നേ പോലും ഏടത്തേക്ക് വേണ്ടി സംസാരിച്ചതിന് അമ്മയുടെ വായിലിരിക്കുന്ന ദേഷ്യം മുഴുവനും താൻ കേട്ടതാ. അങ്ങനെയുള്ളപ്പം ഇപ്പം ഏടത്തെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവത്തേ ഉള്ളൂ എന്ന് മീനുവിന് ബോധ്യപ്പെടുക. അപ്പം മീനു പറയുന്നുണ്ട്, ഏടത്തെ ഇപ്പം ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല, ഏടത്തെ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടേനെ എന്ന് പറയാം. വേണ്ട മീനു, ഇവിടെ ഉള്ളവർക്ക് എന്നോട് എത്രമാത്രം ദേഷ്യം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ എനിക്ക് എല്ലാവരോടും എല്ലാ സത്യങ്ങളും വിളിച്ചു പറയണം. എൻ്റെ ഭാഗത്തെ ന്യായം എനിക്ക് ബോധ്യപ്പെടുത്തണം. ഇല്ലെങ്കിൽ ഒരു അല്പം പോലും സമാധാനം എനിക്ക് കിട്ടില്ല എന്ന് പറയാണ്. പെട്ടെന്ന് മീനു സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുന്ന ഗോമതി അങ്ങോട്ട് ആരാ എന്ന് ചോദിച്ചുകൊണ്ട് വരിക. പെട്ടെന്നാണ് അവിടെ നമ്മുടെ ദേവി നിൽക്കുന്ന കാണുന്നേ. ഇവള് വീണ്ടും എന്തിനാ ദേവമംഗലത്തേക്ക് വന്നത്? ഇവളുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഇവിടെ അവസാനിപ്പിച്ചതല്ലേ? വീണ്ടും നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ? പുതിയ എന്തെങ്കിലും കള്ളത്തരങ്ങൾ പറഞ്ഞ് ഈ വീട്ടിൽ എങ്ങനെയെങ്കിലും ഞൊഴിഞ്ഞു കയറാനായിട്ട് എന്ന് ചോദിക്കാം. പെട്ടെന്ന് ദേവി കണ്ണീരോടുകൂടി ഗോമതിയെ നോക്കുക. എന്നിട്ട് ചോദിക്കും, അമ്മ എന്നെ ഇത്രയധികം വെറുത്തു പോയോ അമ്മേ എന്ന് ചോദിക്കാം. വെറുപ്പോ? എനിക്ക് നിന്നോട് പകയാ. എന്നോട് വഞ്ചന ചെയ്ത, വിശ്വാസവഞ്ചന കാണിച്ച നിന്നെ ഇനി ഞാൻ അല്പം പോലും വിശ്വസിക്കില്ല. പുതിയ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഇവിടെ പിടിച്ചു നിൽക്കാനാ ശ്രമിക്കുന്നതെങ്കിൽ ഇനി നിന്റെ കള്ളത്തരത്തിൽ
ഞങ്ങൾ ആരും വീഴാൻ പോകുന്നുമില്ല. എൻ്റെ മകൻ്റെ ജീവിതം വെച്ച് കളിച്ച നിന്നോട് എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. ഈ നിമിഷം ഇവിടുന്ന് പൊയ്ക്കോണം. ഞാൻ കൂടുതൽ കടുപ്പിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ എന്ന് പറയാം. അപ്പം ദേവി പറയും, ഇല്ലമ്മേ, എനിക്ക് എല്ലാവരോടും സംസാരിക്കണം, സംസാരിച്ചാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് പറയാണേ. അപ്പം ആനന്ദും ഈ സമയം അവിടെയുണ്ട്. അപ്പം എല്ലാവരും ശബ്ദം കേട്ടുകൊണ്ട് വരിക. അപ്പം ആകാശവും ആര്യനും പരസ്പരം നോക്കുകയാണ്, ഇത് കൂടുതൽ പ്രശ്നമാകുമല്ലോ എന്നുള്ള രീതിയിൽ. ഏടത്ത് എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ എന്ന് സൗമ്യതയോടുകൂടി ആര്യനും ആകാശം ചോദിക്കുന്നുണ്ട്. എൻ്റെ അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും എന്നെ വെറുത്തോ എന്ന് ചോദിക്കാം. ഈ ഏടത്തിയുടെ ഭാഗത്ത് അല്പമെങ്കിലും ന്യായം ഉണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലേ എന്ന് ചോദിക്കാം. ശരിയാ, ഞാൻ ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എൻ്റെ നിവൃത്തികേട് കൊണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഓരോരോ നുണകൾ പറഞ്ഞ് അതെല്ലാം ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കുമ്പോൾ നിസ്സഹായോടെ എനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആ സത്യങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല. അതിനേക്കാൾ ഉപരി നിങ്ങളൊക്കെ ഒരുപാട് വേദനിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാം ഞാൻ നെഞ്ചിലൊതുക്കുക ചെയ്തത്. പക്ഷെ ഒരിക്കലും ഈ കുടുംബത്തിന് ദോഷം വരുന്ന രീതിയിൽ ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല. എന്നും ഈ കുടുംബത്തിൻ്റെ ക്ഷേമം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് ദേവി പറയണോ. അവളുടെ നാടകം കണ്ടില്ലേ? ഈ കുടുംബത്തിൻ്റെ ക്ഷേമം നീ ആഗ്രഹിച്ചിട്ടുള്ളത്രേ. എന്നിട്ടാണോടി എൻ്റെ ആനന്ദിന്റെ ജീവിതം വെച്ച് നീ ഇത്രയും കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടിയത് എന്ന് ഗോമതി പറയാം. അമ്മേ, ഈ കുടുംബത്തിന് ഞാൻ ദ്രോഹം ചെയ്തെന്ന് മാത്രം അമ്മ പറയല്ലേ അമ്മേ? അമ്മയ്ക്ക് പറയാൻ സാധിക്കുമോ ഞാൻ ഈ കുടുംബത്തിന് ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്ന് ഗോമതിയുടെ നേർക്ക് നിന്നുകൊണ്ട് നമ്മുടെ ദേവി ചോദിക്കുകയാണ്. പെട്ടെന്ന് ദേവിയുടെ മനസ്സിലേക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ട ദേവിയുടെ അവസ്ഥയും അതിന് കാരണം എന്താണെന്നും ഒക്കെ കടന്നു വരികയാണ് കേട്ടോ. അപ്പം ഗോമതിക്കും ചെറിയൊരു പതർച്ച ഉണ്ടാവുകയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിരിക്കാം. അവർ ചെയ്തതിനൊക്കെ എനിക്കും കണ്ണടച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ കുടുംബത്തിന് ദോഷം സംഭവിക്കുന്ന ഒന്നും ഈ നിമിഷം വരെയും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ ഉള്ളവരെ എല്ലാവരെയും സ്നേഹിച്ചത് ആത്മാർത്ഥമായി തന്നെയാണ്. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അതേ സ്ഥാനത്താണ് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾ വേദനിക്കരുതെന്ന് മാത്രമേ എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇവിടെ നിൽക്കുന്ന ആര്യനും ആകാശവും എനിക്കെൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ തന്നെയാണ്. മീനുവും മിത്രയും എനിക്കെൻ്റെ സ്വന്തം അനിയത്തിയുടെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്. അല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എപ്പോഴെങ്കിലും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അപ്പം എല്ലാവർക്കും ദേവിയുടെ ഇടപെടുന്ന രീതിയും ദേവി ഓരോരോ കാര്യങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ചെയ്തതും ഒക്കെ അവരുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ആനന്ദ് വരും. നീ കൂടുതലൊന്നും പറയണ്ടടി, എൻ്റെ കുഞ്ഞിനെയും കളഞ്ഞിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് സാധിക്കുന്നു? നീ ഈ കുടുംബത്തിന് വേണ്ടി നന്മ ചെയ്തത്രേ. എന്ത് നന്മയാണ് നീ ഇത് മാത്രം ചെയ്തു കൂട്ടിയത് എന്ന് ചോദിക്കാം. പെട്ടെന്ന് മീനുവൻ അങ്ങ് ദേഷ്യം വരിക. ആനന്ദേട്ട, കാര്യം അറിയാതെ ഏടത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. കുഞ്ഞു പോയതിൽ ഏടത്തേക്ക് ഒരു തെറ്റുമില്ല. ഏടത്തി ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. എല്ലാ തെറ്റുകളും പാവത്തിന് തലയിൽ കെട്ടിവെക്കാൻ ഞാനിവിടെ അനുവദിക്കില്ല എന്ന് പറയാണ് കേട്ടോ. കുറേ നാളായല്ലോ നിങ്ങൾ എല്ലാവരും പറയുന്നു കുഞ്ഞു പോയതിൽ ഇവൾക്കൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എങ്കിൽ നിങ്ങൾ വരാ, എങ്ങനെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്? ആരാ കുഞ്ഞു പോകാൻ കാരണം എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അനുവിനാണ് നല്ല ഭയം തോന്നുവാണേ. ഓരോ കാര്യങ്ങളും അനുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, ഇപ്പം അതൊക്കെ പറയേണ്ട എന്താവശ്യം ഇവിടെ ഉള്ളത് എന്ന് മീനുവിനോട് ചോദിക്കണം. അപ്പം മീനു പറയും, അമ്മേ പറയണോ അമ്മേ? ഒരാളെ മാത്രം എപ്പോഴും ഇങ്ങനെ ചുറ്റും നിന്ന് കുറ്റപ്പെടുത്തുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും എല്ലാ സത്യങ്ങളും അറിയാം. ആനന്ദേട്ടന് മാത്രമല്ലേ സത്യം അറിയാത്തതുള്ളൂ എന്ന് പറയാം. പെട്ടെന്ന് നമ്മുടെ ദേവി പറയാണ്, എൻ്റെ കുഞ്ഞ് ആനന്ദേട്ടൻ നഷ്ടപ്പെട്ടത്. ആ കുഞ്ഞിനെ ഏതെങ്കിലും അമ്മമാർ നഷ്ടപ്പെടുത്തുമെന്ന് ആനന്ദേട്ടന് തോന്നുന്നുണ്ടോ? ആനന്ദേട്ടൻ എത്രയേറെ വേദനിക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി ശാരീരികമായും മാനസികമായും വേദന അനുഭവിച്ചവളാ ഈ ദേവി. എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും ദോഷം വരുന്നതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ ഞാൻ കാരണക്കാരിയാണെന്ന് ആനന്ദേട്ടൻ ഓരോ തവണ പറയുമ്പോഴും എന്നെ എത്രമാത്രം കുത്തി വേദനിപ്പിക്കുന്നുണ്ടെന്ന് അറിയാവോ എന്ന് ചോദിക്കാം. കുഞ്ഞ് ഞാൻ കളഞ്ഞതാണെന്നുള്ള രീതിയിൽ എന്നെ എത്രമാത്രം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും നിങ്ങൾ പറയുന്ന കുത്തുവാക്കുകളും വേദനിപ്പിക്കുന്ന വാക്കുകളും കേട്ട് ഞാൻ ഒരു അക്ഷരം മിണ്ടാതെ നിന്നിട്ടുണ്ട്. എല്ലാം സഹിച്ചിട്ടുണ്ട്. കാരണം എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലുണ്ടായ മുറിവ് എന്നോടുള്ള ദേഷ്യം തീർത്ത് സംസാരിക്കുമ്പോഴെങ്കിലും പോട്ടെ എന്ന് ഞാൻ കരുതി. പക്ഷേ എന്നോട് ഒരല്പമെങ്കിലും കരുണ നിങ്ങൾ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ ആനന്ദേട്ട എന്ന് ചോദിക്കാം. ആനന്ദേട്ടൻ എപ്പോഴെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ശരിയാ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും പറയുന്നതനുസരിച്ച് ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ആനന്ദേട്ടനെ ഞാൻ സ്നേഹിച്ചതിൽ അല്പമെങ്കിലും കള്ളമുണ്ടെന്ന് ആനന്ദേട്ടന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം. നീ എന്നോട് കാണിച്ചത് മുഴുവൻ കള്ളം തന്നെ ആടി എന്ന് ആനന്ദപ്പ പറയുന്നുണ്ട് കേട്ടോ. ഇതാ കുഴപ്പം, എൻ്റെ സ്നേഹം ആർക്കും മനസ്സിലായിട്ടില്ല അല്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതൊക്കെ കള്ളമാണെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന് ചോദിക്കാം. പെട്ടെന്ന് ദേവി വീണ്ടും തകർന്ന പോലെ സംസാരിക്കുന്ന കാണുമ്പോൾ മീനു പറയും, ഏടത്തി ഈ കുടുംബത്തെ സ്നേഹിച്ചതിൽ ആർക്കും ഒരു കുറവും തോന്നിയിട്ടില്ല. ഏടത്തി ഞങ്ങളെ സ്വന്തം പോലെ തന്നെയാണ് കണ്ടത്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് മീനു പറയാം. ഈ കുടുംബ
കുടുംബത്തിൽ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഈ കുടുംബത്തിനൊപ്പം തന്നെയാണ് ഏടത്തി നിന്നിട്ടുള്ളത്. അച്ഛൻ തകർന്നു പോയപ്പോഴൊക്കെ അച്ഛനെ നേർവഴിക്ക് നയിച്ച് അച്ഛന് ഒരു കൈത്താങ്ങായത് ഏടത്തിയാ. ഞങ്ങൾക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഏടത്തി ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് മീനു പറയാണ്. അപ്പം ദേവിയെ ന്യായീകരിച്ചുള്ള മീനുവിൻ്റെ സംസാരമൊന്നും ഗോമതിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, നീ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഞങ്ങളോട് പറഞ്ഞ കള്ളത്തരങ്ങൾ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത്രയേറെ നീ ഞങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിനക്കൊരു വാക്ക് ഞങ്ങളോട് തുറന്നു പറയാമായിരുന്നില്ലേ എന്ന് ദേവിയോട് ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. ഇനി നീ ഇവിടെ വന്നു ഒന്നും പറയണ്ട, ഒന്നും കേൾക്കുകയും വേണ്ട എന്ന് പറയാം. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, കുറേയായി നീ പറയുന്നു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൽ നിനക്ക് ഒരു തെറ്റുമില്ലെന്ന്, എങ്കിൽ നീ സത്യം പറഞ്ഞിട്ട് പോയാൽ മതി. പിന്നെ കുഞ്ഞിനെ ആര് കാരണമോ നഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ദേവി ഒന്നും പറയാതെ നിൽക്കുകയാണ് കേട്ടോ. അത് കാണുമ്പം ആനന്ദ് പറയും, കണ്ടോ അവക്കൊന്നും പറയാനില്ല, കാരണം അവളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച കൊണ്ട് തന്നെയാ എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. അവൾ പിന്നെ എന്ത് പറഞ്ഞ് നമ്മുടെ മുന്നിൽ പിടിച്ചു നിൽക്കും എന്ന് ചോദിക്കാം. പെട്ടെന്ന് മീനുമാണ് കേട്ടോ പറയുന്നത്, അല്ല കുഞ്ഞിനെ നഷ്ടപ്പെടാൻ കാരണം കൃഷ്ണമംഗലത്തെ അലോക എന്ന് പറഞ്ഞ് അന്ന് നടന്ന സകല കാര്യങ്ങളും മീനു വിളിച്ചു പറയാണ് കേട്ടോ. അപ്പം ദേവി അതിനെ പോലും തടയാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ ഗോമതി മീനുവിനെ പറയണ്ട എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്. ഇല്ലമ്മേ, എനിക്ക് പറയണം, ഒരു തെറ്റും ചെയ്യാതെ ഏടത്തി ആ പഴി കൂടി കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരും ഈ പാവത്തിനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ മാത്രം തെറ്റൊന്നും ഏടത്ത് ചെയ്തിട്ടില്ല. അച്ഛനും അമ്മയും പറയുന്നത് അനുസരിച്ച് അതിന് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആരോടും ഒരു ദ്രോഹവും ഏടത്ത് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് മീനു പറയാണ്. അപ്പം മീനുവിൻ്റെ ആ വെളിപ്പെടുത്തലിൽ ആനന്ദ് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അലോക് കാരണം, അലോക് ദേവിയെ ചവിട്ടത് കാരണമാണോ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്നൊക്കെയുള്ള ചിന്ത ആനന്ദിനെ ഭ്രാന്തനാക്കുകയാണ്. പക്ഷെ ദേവിയോട് ഒരു തരുമ്പ് പോലും ദയ തോന്നുന്നില്ല. നീ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നീ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രമല്ലേ തെറ്റ് ചെയ്യാതിരുന്നിട്ടുള്ളൂ, അല്ലാതെ എന്നെ നിൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് നീ കൊണ്ടുവന്നത് എന്ന് ആനന്ദ ചോദിക്കുക. അതിന് മറുപടി ഒന്നുമില്ല. എന്തായാലും ദേവിയുടെ മനസ്സിലുള്ളത് മുഴുവനും ദേവി അവിടെ പറയുന്നുണ്ട്. ഇനി ഈ വീട്ടിൽ എനിക്ക് സ്ഥാനമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കണമായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് ദേവി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അലോകാണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന ആനന്ദ് ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക്